നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഖൈറുകൾ ഉണ്ടാകും. സർവ്വ മുസീബത്തുകളെ തൊട്ട് അവന് കാവല് കിട്ടും. സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതിയതാകുന്ന മൗലിദാണ് സുബ്ഹാന മൗലിദ്. വലിയ മൗലിദ് കിതാബിൽ അത് കാണും, സുബ്ഹാന മൗലിദ്. ആ സുബ്ഹാന മൗലിദ് ചുരുക്കി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനി ദേശക്കാരാകുന്ന ആളുകൾക്ക് അക്കാലഘട്ടത്തിൽ വിപത്തുണ്ടായപ്പോൾ, രോഗമുണ്ടായപ്പോൾ അത് മാറാൻ വേണ്ടി അദ്ദേഹം ഈ സുബ്ഹാന മൗലിദ് ചുരുക്കി എഴുതിയതാണ് മങ്കൂസ് മൗലിദ്. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്തുള്ളതൊക്കെ സലാത്തിലേക്കാണ്. ഓരോന്നും സലാത്താണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഒരു സലാത്താണത്. അത് ഓരോ ബൈത്ത് ചെല്ലുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഈ സലാത്ത് കൂടി വരണം. ഇത് ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്ന, ഒന്നായിട്ട് ബൈത്തങ്ങ് ഫുള്ളങ്ങ് ചൊല്ലി വെക്കും, എന്നിട്ട് ഒരൊറ്റ ബൈത്ത് കഴിഞ്ഞ്. ചുരുക്കപ്പെട്ട ഈ മൗലിദ് പിന്നെ നിങ്ങൾ ചുരുക്കരുതേ എന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കാൻ. ഓതുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി ഓതുക. ഇനി വളരെ സമയം കുറവാണ് എങ്കിൽ ഒരു ദിവസം ഒരു ഹിക്കായത്ത്, അടുത്ത ദിവസം അടുത്ത ഒന്ന്, അങ്ങനെ അത് ഓതി പൂർത്തീകരിക്കണം. അതിനൊരു മര്യാദയുണ്ട്. ഓരോന്ന് ഓതുന്നതിന് ഓരോ മര്യാദയുണ്ട്. സലാത്ത് അധികരിപ്പിക്കലാണ് അതിന്റെ ഓരോ ബൈത്തുകളിലും. യാ റബ്ബി സല്ലി അലൻ നബിയ്യ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് സർവ്വ മനുഷ്യരെയും രക്ഷിക്കുന്നതാകുന്ന മുത്തുനബിയെ, തങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെതാകുന്ന സലാത്ത് സലാം ഉണ്ടാവട്ടെ. യാ റബ്ബി സല്ലി അലൻ നബിയ്യ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. صلاة صلي رب العالمين على سيد الكونين والسرج إن بيتا أنت ساكنه ليس محتاجا إلى سرج. صلي رب العالمين على. ഇങ്ങനെ മുഴുവനും സലാത്ത് ചൊല്ലിക്കലാണ്. മൻ സല്ല അലയ്യ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ മേൽ ഒരു സലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ മേൽ അള്ളാഹു 10 ഗുണം ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ മൗലിദിന്റെ സദസ്സിൽ ചൊല്ലിയാൽ ഓരോ ബൈത്ത് ചെല്ലുമ്പോഴും എത്ര സലാത്താണ് നീ ചെല്ലുന്നത്? ഇത് മുടക്കാനാണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത്. എന്താണ് ഇതിന്റെ മഹത്വവും പോരിശയും ഉമ്മത്ത് അറിയണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ഉണ്ടാവട്ടെ. ആലിമീങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് പരിപൂർണമായി നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളിൻ. ഖുർആൻ വെച്ചും ഹദീസും വെച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ബിദ്അത്തിന്റെ അഹ്ലുകാർ വിവരക്കേടുകൾ കവലകളിൽ നിന്ന് പറയുന്നത് വാതൊടാതെ വിഴുങ്ങരുതേ എന്ന അപേക്ഷ എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മപ്പെടുത്താൻ